തീയർ ഈഴവന്റെ ഉപജാതിയല്ലെന്നും തീയരെ പ്രത്യേക സമുദായമായി അംഗീകരിക്കണമെന്നും തീയ മഹാസഭ മലപ്പുറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ ഏറ്റവും പ്രബല സമുദായമായ തീയർ ഈഴവ സമുദായത്തിന്റെ ഉപജാതിയല്ല. തീയർ പ്രത്യേക സമുദായമാണെന്നും തീയരുടെ അർഹതപ്പെട്ട സംവരണ ആനുകൂല്യമടക്കം ലഭിക്കുവാനുള്ള സാഹചര്യം നിയമം മൂലം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണമെന്നും മലപ്പുറത്ത് നടന്ന തീയ മഹാസഭ മലപ്പുറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമുദായത്തിന് അസ്തിത്വമുണ്ടാവണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നു തീയരെ പ്രത്യേക സമുദായമായിട്ട് രേഖപ്പെടുത്തണം. എവിടെ? ഗവൺമെന്റ് രേഖകളിൽ. ഈഴവന്റെ ഉപജാതിയല്ല തീയൻ. 50 ലക്ഷത്തിന് 60 ലക്ഷത്തിന് മുകളിൽ വരുന്ന അനൗദ്യോഗികമായ കണക്കിൽ 50, 60, 70 ലക്ഷമുള്ള തീയൻ ഇങ്ങനെയാണ്. അത്രയും പോലും ഇല്ലാത്ത ഈഴവന്റെ ഉപജാതിയായി മാറിയത്. അതുകൊണ്ട് അടിയന്തരമായി സെൻസസ് നടത്തുക. തീയരെ പ്രത്യേക സമുദായമായി ഗവൺമെന്റ് രേഖപ്പെടുത്തണം. സെൻസസിന് വരുമ്പോൾ നമ്മുടെ സമുദായത്തിന്റെ വീടുകളിൽ വരുമ്പോൾ ഹിന്ദു എന്ന് കഴിഞ്ഞാൽ ജാതി കോളത്തിൽ തീയ എന്ന് രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് തീയ മഹാസഭ ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ മുദ്രാവാക്യം. തീയരെ പ്രത്യേക സമുദായമായി ഗവൺമെന്റ് രേഖകളിൽ രേഖപ്പെടുത്തുവാനും അർഹതപ്പെട്ട സംവരണം നേടിയെടുക്കുന്നതിനും വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമപോരാട്ടത്തിനും തുടക്കം കുറിച്ചതായി ഗണേഷ് അരമങ്ങാനം പറഞ്ഞു. രാവിലെ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം, ജനറൽ സെക്രട്ടറി പി.കെ. ലക്ഷ്മണൻ, സെക്രട്ടറി പ്രേമാനന്ദൻ നടുത്തൊടി, വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ, സംസ്ഥാന മീഡിയ കൺവീനർ പ്രശാന്ത് മേൽമുറി, ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ, ജനറൽ സെക്രട്ടറി പ്രകാശ് കോട്ടയിൽ, വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഗോപാലകൃഷ്ണൻ, ട്രഷറർ റിനേഷ്, രാജഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ എഴുത്തുകാരൻ പത്മശ്രീ ബാലൻ പൂതേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഔദ്യോഗിക ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സമുദായത്തിലെ അംഗങ്ങളായ പ്രദീപ് പാമ്പലത്ത്, എ.കെ. ജയൻ എന്നിവരെയും സമ്മേളനത്തിൽ ആദരിച്ചു. തീയ സമുദായത്തിന്റെ ഉൽപ്പത്തിയും പൈതൃകവും എന്ന വിഷയത്തിൽ വാഗ്മിയും എഴുത്തുകാരനുമായ ഡോക്ടർ വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ തറവാടുകളിൽ നിന്നെത്തിയ കാരണവന്മാരെ സമ്മേളനത്തിന്റെ ഭാഗമായി ആദരിച്ചു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.